ഈ മഴ തോർന്നാലും മരം പെയ്യും എന്ന് പറഞ്ഞ കേട്ടില്ലേ? അതുപോലെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെണ്ണൽ കഴിഞ്ഞു. ആ ജയിച്ച സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് വന്ന് സത്യപ്രതിജ്ഞ ചെയ്തു MLA ആയി തീർന്നു. ഇനി നിലമ്പൂരെ കാര്യങ്ങളൊക്കെ നോക്കാൻ അദ്ദേഹമുണ്ട്. ആൾ മോശക്കാരനൊന്നുമല്ല, ആര്യടൻ ഷൗക്കത്ത്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യം ആവർത്തിക്കുകയാണ്. ആര്യടൻ ഷൗക്കത്ത് ജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ വോട്ട് നിലമ്പൂരായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമായിരുന്നു. അതിൻ്റെ കാരണങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ആര്യടൻ ഷൗക്കത്ത് ഒരു 10,000-ൽ കുറയാത്ത, എന്നാൽ 15,000-ൽ കൂടാത്ത ഭൂരിപക്ഷത്തോട് ജയിക്കും എന്ന് ഞാൻ ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ പ്രവചിച്ചതുമാണ്. ഞാൻ വലിയ പ്രവാചകനായതുകൊണ്ടല്ല, അദ്ദേഹം ജയിക്കും എന്നുള്ള ഏതാണ്ട് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഹൃദയം ഷൗക്കത്തിന് വേണ്ടിയാണ് തുടിക്കുന്നത് എന്ന് ആവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഇവിടെ ഉദ്യമിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ, ഈ സ്വരാജ് സ്ഥാനാർത്ഥിയായിട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിന് കുറേ സാംസ്കാരിക നായികമാരുടെയൊക്കെ പിന്തുണയുണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. നമ്മുടെ സാംസ്കാരിക നായകരധികവും CPM അനുഭാവികളാണ്. ഏറ്റവും കുറഞ്ഞ് അങ്ങനെ അഭിനയിക്കുകയെങ്കിലും ചെയ്യുന്നവരാണ്. അവരുടെ വയറ്റിപ്പഴുപ്പിൻ്റെ പ്രശ്നമാണ്. സ്വാഭാവികമായിട്ട് അവർ ഇദ്ദേഹത്തെ അനുകൂലിച്ചു. എത്ര പേർ ആത്മാർത്ഥമായിട്ട് അനുകൂലിച്ചു, എത്ര പേർ അനുകൂലിക്കുന്നതായിട്ട് അഭിനയിച്ചു എന്നെനിക്കറിയില്ല. ഏതായാലും അവരൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രസ്താവന ഇറക്കി, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ചിലരൊക്കെ അവിടെ ഒന്ന് പ്രസംഗിച്ചു. അതൊക്കെ ജില്ലായിട്ട് നടന്നു. നമുക്ക് ആർക്കും ഒരു ആക്ഷേപമില്ല. സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ ഈ സാംസ്കാരിക നായികമാരെയൊക്കെ പരിഹസിച്ചു. അതും സ്വാഭാവികമാണ്. സ്ഥലം കേരളമാണ്, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പാണ്. അതിന് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇവരെ പരിഹസിക്കുന്നവർക്കും അതനുസരിച്ച് ശ്രദ്ധ കിട്ടും. അപ്പോൾ അത് ന്യായമാണ്, സ്വാഭാവികമാണ്, തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഞാൻ തന്നെ ഇവിടെ പറഞ്ഞാണല്ലോ, എന്താണ് ഈ സ്വരാജ് എന്ന് പറഞ്ഞ പുമാൻ. പിണറായി വിജയൻ ഒരു 60 വയസ്സിൽ സ്വായത്തമാക്കിയ അഹന്തയും ധാർഷ്ട്യവും SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് 26 വയസ്സിൽ സ്വായത്തമാക്കിയ ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ തോറ്റുപോയത്. കല്യാണത്തിനും അടിയന്തരത്തിനും ചാത്തത്തിനും പോകുന്ന ഒരു MLA ആണ് തൃപ്പൂണിത്തുറക്കാർക്ക് വേണ്ടിയിരുന്നത്. പരിണതപ്രജ്ഞനായ ഒരു പാർലമെൻറ്റേറിയനല്ല. അതുകൊണ്ടാണ് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ മൂപ്പരാൻ തോറ്റുപോയത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ അഭിപ്രായം ഇതാണ്. അത് തന്നെയാണ് ഏതാണ്ട് നിലമ്പൂർ സംഭവിച്ചത്. അവർക്ക് വേണ്ടത് ഈ കല്യാണത്തിനും നൂലുകെട്ടിനും മാർക്ക കല്യാണത്തിനും ആദ്യ കുർബാനയ്ക്കൊക്കെ വരുന്ന ഒരു MLA തന്നെയാണ്. ഇദ്ദേഹത്തെ പോലെ ഗടാഗടിയനായിട്ടുള്ള ഒരു ഗംഭീരനല്ല. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആളുകൾ ഇത് പരിഹാസത്തിൻ്റെ മൂർച്ച വർദ്ധിപ്പിച്ചു. അതും സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ പൂക്കളുടെ പുസ്തകം എന്ന ഗ്രന്ഥത്തെക്കുറിച്ചും അതിന് സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തതിനെക്കുറിച്ചും പുള്ളി അവാർഡ് നിരാകരിച്ചതിനെക്കുറിച്ചും ഒക്കെ പല അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടായി. അതിപ്പോൾ ആര് നിരാകരിച്ചാലും ഇതൊക്കെ തന്നെ സംഭവിക്കും. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പുറകെ അവാർഡ് കിട്ടിയപ്പോൾ തന്നെ പുള്ളി നിരാകരിക്കുകയും ചെയ്തപ്പോൾ അത് പിന്നെയും ചർച്ചാ വിഷയം. പക്ഷേ ഞാനിവിടെ പറയാൻ വന്നത്, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ചില സുഹൃത്തുക്കൾ നിരന്തരമായി അദ്ദേഹത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതികാര നടപടി എന്ന് പറഞ്ഞാൽ പോലെ അതിനേക്കാൾ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കും. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഒരിക്കൽ നടത്തിയ ഒരു പരാമർശം ഞാൻ ഓർക്കണ്ട. പുള്ളി പറഞ്ഞത് EK അയമുവിൻ്റെ പ്രസിദ്ധമായ ഇജ്ജ് നല്ലൊരു മനസ്സിനാവാൻ നോക്ക് എന്ന നാടകത്തെക്കുറിച്ചാണ്. ഈ നാടകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അയമുവിനെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ സംവിധായകനായിരുന്ന ഡോക്ടർ ഉസ്മാനെ പറ്റി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒരു ബുദ്ധിജീവി നടത്തിയ പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഞാൻ കണ്ടു. ലോകത്തെ എവിടെയെങ്കിലും നാടകം എഴുതിയ ആളെക്കുറിച്ചാലുണ്ട് സംവിധായകനെക്കുറിച്ച് പറയാറുണ്ടോ? ഷേക്സ്പിയറുടെ ഹാംലെറ്റ് ആരെ സംവിധാനം ചെയ്തത്? എഴുതിയ ഷേക്സ്പിയർക്കാണോ സംവിധാനം ചെയ്ത ആൾക്കാണോ അതിന് പ്രാധാന്യമുള്ളത്? അല്ലെങ്കിൽ CJ തോമസിൻ്റെ ക്രൈം നാടകം എഴുതിയ തോമസിനാണോ അത് സംവിധാനം ചെയ്ത ആൾക്കാണോ? സംവിധായകർ മാറി മാറി വരും. ആദ്യം സംവിധാനം ചെയ്ത ആളായിരിക്കില്ല പിന്നെ സംവിധാനം ചെയ്യുക. തോപ്പിൽ വാസിയുടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അതിൻ്റെ സംവിധായകൻ ആരായിരുന്നു എന്ന് ഇത് കാണുന്ന ആർക്കെങ്കിലും അറിയാമോ? ആദ്യം അത് ഉദ്ഘാടനം ചെയ്ത സമയത്ത് സംവിധായകൻ അഡ്വക്കേറ്റ് ജനാർദ്ദന കുറുപ്പായിരുന്നു. പിന്നീട് പല പല ആളുകളും മാറി മാറി അവരുടെ മനോധർമ്മം അനുസരിച്ച് സംവിധാനം ചെയ്തു. എപ്പോഴും നാടകകൃത്തിനുള്ള പ്രാധാന്യം സംവിധായകനല്ല. സിനിമ സംവിധായകൻ്റെ കലയാണ് എന്ന് നമ്മൾ പറയും. പക്ഷേ നാടകകൃത്തിൻ്റെ കലയാണ് പ്രധാനമായിട്ടും. പക്ഷെ ഇവരത് പറഞ്ഞതിന് വേറെ പല കാരണങ്ങളുണ്ട്. ഈ ഡോക്ടർ ഉസ്മാൻ എന്ന് പറഞ്ഞ ആൾ പിന്നീട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയും അദ്ദേഹം മുസ്ലിം മതപ്രഭാഷകനായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ വ്യംഗ്യാർത്ഥം.
അപ്പോൾ ആ രീതിയിലുള്ള ഒരു വിമർശനം സ്വരാജിനെതിരായിട്ട് ഉന്നയിച്ചു. ഞാനത് കേട്ടു. ഞാൻ അതിനെപ്പറ്റിയൊന്നും മിണ്ടിയില്ല എന്ന് മാത്രം. അതിലൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ ഇവിടെ അതുപോലും മനസ്സിലാക്കാം. അവരൊരു ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരുന്ന ഒരു പരാമർശം ഉണ്ടായില്ല എന്ന രീതിയിലാണ് എന്ന് വിചാരിക്കും. ഞാൻ പറയാൻ വന്നത് നമ്മുടെ മൗദൂദി ചാനലിൻ്റെ കാര്യമാണ്. സ്വരാജ് സ്ഥാനാർത്ഥിയായിട്ട് വന്ന അന്ന് മുതൽ ആ തെരഞ്ഞെടുപ്പ് തീർന്നതിന് ശേഷം, വോട്ടെണ്ണി തീർന്നതിന് ശേഷം, പിന്നീടും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ വിവാദം ഉണ്ടായപ്പോൾ ആദ്യ മധ്യാന്തം ഇവർ സ്വരാജിനെ പല രീതിയിലും ചവിട്ടിമരിക്കാനും അവഹേളിക്കാനും ഇയാളൊരു മതഭ്രാന്തനാണ് എന്ന പ്രതീതി ഉണ്ടാക്കാൻ വരെ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓർമ്മയുണ്ടാവും ഇല്ലേ? ഈ അയോധ്യ കേസിൻ്റെ വിധി വന്നപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ നടത്തിയ പരാമർശം എന്തായിരുന്നു? അത് കഴിഞ്ഞ് ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തെക്കുറിച്ച് പുള്ളി നടത്തിയ പരാമർശം എന്തായിരുന്നു? ഏറ്റവും ഒടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ പുള്ളി നടത്തിയ യുദ്ധവിരുദ്ധ പരാമർശം എന്തായിരുന്നു? പിന്നീട് ആ പരാമർശത്തെ ന്യായീകരിച്ചുകൊണ്ട് പുള്ളി കോട്ടയത്ത് നടത്തിയ പ്രസംഗം എന്തായിരുന്നു? ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇയാളൊരു വർഗീയവാദിയോ അല്ലെങ്കിൽ ഹിന്ദുത്വവാദിയോ ഏതെങ്കിലും സമുദായത്തിന് എതിരെ നിൽക്കുന്ന ആളാണെന്ന് പുള്ളിയുടെ നിതാന്ത വിമർശകനായ ഞാൻ പോലും പറയില്ല. ഞാൻ ഒരിക്കലും പറയില്ല. പുള്ളിക്ക് പുള്ളിയുടേതായ പോരായ്മകളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടാത്ത പല ഘടകങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലുമുണ്ട്, പെരുമാറ്റത്തിലുമുണ്ട്, വർത്തമാനത്തിലുമുണ്ട്. പക്ഷേ എം സ്വരാജ് ഒരു വർഗീയവാദിയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധനോ ആണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ മൗദൂദികൾ സമ്മതിക്കില്ല. മൗദൂദികൾക്ക് ഇദ്ദേഹത്തോട് തീർത്താൽ തീരാത്ത പകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം അതിന് മറുപടി പറയുന്നത് ഞാൻ കേട്ടു. ആ മറുപടി അത്ര ഫലപ്രദമാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം മറുപടിക്ക് മറുപടിയായിട്ട് പിന്നെ മൗദൂദികൾ വന്നിട്ടുണ്ട്. അവർ പുള്ളിയുടെ പുക കണ്ടിട്ടേ തീരുള്ളൂ എന്ന രീതിയിലാണ്. ഇദ്ദേഹത്തെ സംഹരിച്ചിട്ട് വേറെ കാര്യമുള്ളൂ. ഈ സ്വരാജ് എന്ന് പറഞ്ഞവനെ ഇനി ഭൂമി മലയാളത്തിൽ വച്ചുകൊണ്ടിരിക്കില്ല. പടച്ച റബ്ബിനാലെ സത്യം, ഇവൻ്റെ 16 അടിയന്തരം തീർത്ത് കഴിച്ചിട്ടേ ഞങ്ങൾ വിശ്രമിക്കുകയുള്ളൂ എന്ന ഒറ്റ വാശിയിലാണ് നമ്മുടെ ഡി കമ്പനി ദാവൂദും അദ്ദേഹത്തിൻ്റെ സിൽബന്തികളായിട്ടുള്ള അജിംസും നിഷാദ് റാവുത്തരും പിന്നെ അതിന് നടുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന വേറെ 1-2 പേരുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. അവരും ചേർന്ന് വലിയ തോതിൽ വില്ലിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ സ്വരാജിനോട് അന്യതായ യാതൊരു ബഹുമല്ലാത്ത എനിക്ക് പോലും ഇവന്മാർ ഈ കാണിക്കുന്ന തോന്നിവാസമാണ്, തെമ്മാടിത്തരമാണ്, തല്ലുള്ളിത്തരമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോയുമായിട്ട് നിങ്ങളെ സമീപിക്കുന്നത്. സ്വരാജിനുള്ള സ്നേഹം കൊണ്ടല്ല. ഈ മൗദൂദികളുടെ വിഷലിപ്തമായ പ്രചരണം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഇതാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ വലിയ ക്യാമറ ഉണ്ടല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. ഈ കേരള സംസ്ഥാനത്തിൽ കോൺഗ്രസ്സിലാവട്ടെ ഇടതുപക്ഷ പാർട്ടികളിലാവട്ടെ ജമാഅത്തെ ഇസ്ലാമിയെ പേരെടുത്ത് വിമർശിച്ചിട്ടുള്ള ഒരു നേതാവ്, ഒരേ ഒരു നേതാവ് എന്ന് പറയാവുന്നത് സ്വരാജാണ്. സ്വരാജ് RSSനെ എതിർക്കുന്ന അതേ ഊർജ്ജത്തോടുകൂടി അതേ ശക്തിയോടുകൂടി ഈ ജമാഅത്തെ ഇസ്ലാമി എതിർത്തിട്ടുണ്ട്. അവരുടെ മൗലികവാദത്തെ മത തീവ്രവാദത്തെയും എതിർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടിയുടെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ സുഡാപ്പികളുടെയോ ഒരൊറ്റ വോട്ട് പോലും ഇയാൾക്ക് കിട്ടുകയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ വോട്ടുകൾ ഷൗക്കത്തിനും കിട്ടുകയില്ല. ഷൗക്കത്ത് ഇവർക്കെതിരാണ്. പക്ഷേ ഇത്രയും ശക്തമായി വിമർശിച്ചിട്ടില്ല. ആര്യാടൻ മുഹമ്മദ് ഉള്ള കാലത്ത് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിഹാസത്തിൽ മുഖ്യ ചില കൂരമ്പുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ആര്യാടൻ മുഹമ്മദിന് ഇഷ്ടമല്ല, അദ്ദേഹത്തിൻ്റെ മകനായ ഷൗക്കത്തിന് ഇഷ്ടമല്ല. അവരുടെ വോട്ടൊന്നും അയാൾക്ക് കിട്ടിയിട്ടില്ല. അവരുടെ വോട്ടൊക്കെ PV അൻവറിനാണ് പോയിട്ടുള്ളത് എന്ന് ഞാൻ ന്യായമായിട്ടും വിചാരിക്കും. പക്ഷേ ഈ ഒരു നിലപാട് സ്വീകരിച്ചതിനാണ് ഈ സ്വരാജ് എന്ന് പറഞ്ഞ നേതാവിനെ എന്ന സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അയാൾ ചെയ്തതിനും ചെയ്യാത്തതിനും അയാൾക്ക് ഒരു ബന്ധവും പുലബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വരെ മൗദൂദികൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് അവരുടെ ഒരു സാധാരണ രീതിയാണ്. അവർക്കിഷ്ടമില്ലാത്ത എല്ലാ ആളുകളെയും കരിവാരിത്തേക്കുക, പുലഭ്യം പറയുക, നിരന്തരമായി വിമർശിച്ച് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇവരുടെ വിമർശനം കൊണ്ട് രക്ഷപ്പെട്ടു പോയ ആളുകളുണ്ടോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ സുരേഷ് ഗോപിയാണ്. നമ്മൾ ആ കഥ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഏതായാലും മൗദൂദികൾ സ്വരാജിനെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ സഹായിക്കാനോ അദ്ദേഹത്തെ പിന്തുണയ്ക്കാനോ അധികമാരും മുമ്പോട്ട് വന്നിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്.
അദ്ദേഹത്തിന് കൈരളി ഓൺലൈനിൽ ഇതുപോലെ വടി പോലെ ഇരുന്നൊരു പ്രഭാഷണം നടത്താൻ പറ്റിയെന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ ഡോക്ടർ തോമസ് ഐസക്ക് പുള്ളിയെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതല്ലാതെ CPM-ൻ്റെ യുവ നേതാക്കളിൽ നിന്ന്, വിദ്യാർത്ഥി നേതാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ നിന്ന് എന്ത് പിന്തുണയാണ് സ്വരാജിന് ലഭിച്ചിട്ടുള്ളത്? ആരും ഒന്നും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. പറയാതെ എന്താ? പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞവനെ നാളെ മൗദൂദികൾ സംഹരിച്ചു കളയും എന്നുള്ളതുകൊണ്ട്. അങ്ങനെ സംഹാര ശക്തിയുള്ള ഭസ്മാസുരൻ്റെ പോലെ ഒരു സാധനമായിട്ട് മൗദൂദികൾ അവതരിച്ചിരിക്കുകയാണ്. ഞാനിത് പറയുന്നത് മൗദൂദികളെ പേടിക്കുന്നവർക്ക് പേടിക്കാം. എനിക്ക് ഈ പട്ടികളൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പേടിക്കില്ല. സ്വരാജും ഇതുവരെ പേടിച്ചിട്ടില്ല. ഇനി നാളെ പേടിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം പേരും ഇവരെ പേടിക്കുന്നവരാണ്. ഇവരുടെ ഈ ചാനൽ കേരളത്തിൽ തന്നെ ഏറ്റവും വ്യൂവർഷിപ്പ് കുറഞ്ഞതാണ്. കൈരളിയേക്കാളും ജനത്തെക്കാളും താഴെയാണ് ആ മൗദൂദി ചാനലിൻ്റെ റേറ്റിംഗ്. എങ്കിൽ പോലും ഈ വിഷലിപ്തമായ പ്രചരണം പേപ്പട്ടിയെ പോലെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പോൾ സ്വരാജിനുണ്ടായ അനുഭവം നാളെ വേറൊരു പൊതുപ്രവർത്തനം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും മൗനം പാലിക്കുന്നത്. ഇങ്ങനൊരു സംഗതി നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഞാനത് എന്നോട് തന്നെ ചെയ്യുന്ന ഒരു വലിയ തെറ്റായിരിക്കും എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഞായറാഴ്ച ദിവസം രാവിലെ ഇത്രയൊക്കെ പറഞ്ഞത്. എല്ലാവർക്കും നന്ദി. നല്ല നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.